എൻ്റെ പേര് ഷാലി സന്തോഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2019 ജൂലൈയിലാണ് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ എൻ്റെ മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് 12 വയസ്സുള്ളപ്പോൾ തൊട്ട് പ്ലിമോർഫിക് അഡിനോമ എന്ന് പറഞ്ഞിട്ട് ഒരു മുഴ കഴുത്തിൽ വന്നിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ ആദ്യം ചെയ്തു, 12 വയസ്സിൽ തന്നെ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ തികഞ്ഞിട്ടിൽ മുന്നേ തന്നെ വീണ്ടും വരുമായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു. രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നു പോയി. ആ സമയത്താണ് എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടുന്നതും ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അന്ന് എനിക്ക് ഉടമ്പടിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. 3ാമത്തെ ഓപ്പറേഷന് ഞങ്ങൾ പോയി. കൊറോണയുടെ വലിയ ഒരു കഷ്ടതയുള്ള സമയത്തായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നിരുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്കൊന്നും എന്നെ സഹായിക്കാനായിട്ട് വരാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഇത് 3ാമത്തെ ഓപ്പറേഷനാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, ഈശോയും എൻ്റെ ഡോക്ടറുടെ സ്ഥാനത്ത് ഈശോയായിരിക്കണം എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവേണ്ടത് എൻ്റെ മാതാവായിരിക്കണം. യാതൊരു കുഴപ്പമില്ലാണ്ട്, അതായത് ഡോക്ടർ വളരെയധികം ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. കുട്ടിയുടെ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോവും, 3ാമത്തെ ഓപ്പറേഷൻ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ടെസ്റ്റുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ നമ്മളുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് ചൊല്ലിയിരുന്നത്. ആ സമയത്ത് എനിക്ക് എൻ്റെ മാതാവും എൻ്റെ കൃപാസനം മാത്രമേ ഉണ്ടായുള്ളൂ. ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ചുണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് ഒന്നും പറഞ്ഞില്ല. അത് കണ്ടറിഞ്ഞ് തന്നെ മാതാവ് ചുണ്ടിൻ്റെ പ്രശ്നം ഞങ്ങളറിയാതെ തന്നെ മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ മകന് അരിമ്പാറ വളരെയധികം പുറ്റ് പോലെ വന്നിരുന്നു, ഒരു വളരെ തലയുടെ ഓട്ടിലും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ മുടി നീട്ടി വളർത്തിയിരുന്നു. ഈ സമയത്ത് ഞാൻ രണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. വീണ്ടും സ്പ്രെഡ് ചെയ്തു. നമ്മളെ ഉടമ്പടിയുടെ തൈലം പുരട്ടി. ഞാൻ മറന്നുപോയി. 3ാമത്തെ ദിവസം അവന് ഓടി വന്ന് പറഞ്ഞു, അമ്മ ആ അടയാളവും ആ അരിമ്പാറയും കാണില്ല, അങ്ങനെ ഒരു സാധനം തലയിൽ ഉണ്ടായിരുന്നിട്ടുള്ള പോലത്തെ ഒരടയാളം പോലും കാണാതെ ആ അരിമ്പാറ അങ്ങനെ തന്നെ പോയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഭയങ്കര മദ്യപാനായിരുന്നു. ആൾ 18 വർഷമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യമില്ലാണ്ട് ആൾക്ക് തീരെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോണ കാര്യം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ മാതാവിനോട് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരുന്നു. ഞാൻ വിചാരിച്ചു അത് മാറുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പിന്നേക്ക് വെച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും ആദ്യം തന്നെ നടന്നു കിട്ടിയിട്ടുള്ളത് എൻ്റെ മകൻ്റെ ഈ അരിമ്പാറയുടെ ആ ഒരു ചർമ്മരോഗത്തിൻ്റെ കാര്യം. അവന് കാലുമലും അസ്വസ്ഥതകളും അടയാളം ഉണ്ടായിരുന്നു. അതും പരിപൂർണമായിട്ട് അമ്മ മാറ്റി. മദ്യപാനം പിടിച്ചു കെട്ടിയതുപോലെ ഭർത്താവിൻ്റെ മദ്യപാനം നിന്നു. വളരെയധികം അത്ഭുതമായിരുന്നു ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ വീട് തകർന്ന അവസ്ഥയിലായിരുന്നു, പട്ടികയൊന്നുമില്ലാണ്ട്. അപ്പോൾ ഞാൻ മഴക്കാലത്ത് മെയ് മാസത്തിലാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മകളുടെ കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ഈശോയുടെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പ്രാർത്ഥന പെട്ടെന്ന് മാറിപ്പോയി. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത്, ഈശോയെ അടുത്ത മാസം ജൂണാണ്, മഴ പെയ്യുമ്പോൾ എൻ്റെ വീട് തകർന്ന് വീഴുമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ മെയ്യിൽ ഞാൻ ആദ്യ ആഴ്ചയിൽ വന്നു. ആ 4ാമത്തെ ആഴ്ചയിലേക്ക് എനിക്ക് പുതിയ മേൽക്കൂര ദൈവം കെട്ടിത്തന്നു എന്ന് തന്നെ പറയാം. പിന്നീട് അവിടെ എൻ്റെ വീട് പുനരുദ്ധരിക്കപ്പെട്ട് അതിനും എല്ലാ കാര്യങ്ങൾക്കും. ഇതൊന്നും മാത്രമല്ല, ഞാനിവിടെ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ പല കാര്യങ്ങൾ 6 കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 600 കാര്യങ്ങൾ സാധിച്ചു തരുന്ന അമ്മേനെ നമ്മളെ കണ്ണൊന്നും നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളമ്മ ഓടിയത്തിട്ടില്ല മുന്നേ തന്നെ നമ്മുടെ മാതാവ് നമ്മളെ ചേർത്ത് പിടിക്കും. 1000 നന്ദി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും ഇടപെട്ടതിന്.